നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ രോഗങ്ങൾക്കും വി ഹാവ് സ്പെസിഫിക് റീസൺസ് എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന്. ക്യാൻസറിന് മാത്രം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് റീസണുകൾ പറഞ്ഞു കേൾക്കാറില്ല. അതർ ദാൻ ഇപ്പോൾ ലങ്സ് ക്യാൻസർ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നം ഇത് പറയുന്നതല്ലാണ്ട് വേറെ ഒന്നിനും സ്പെസിഫിക് റീസൺ ഇല്ല. ആസ് എൻ ഓങ്കോളജിസ്റ്റ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലായിട്ടുള്ള ക്യാൻസർ വരാനുള്ള ഒരു ടോപ്പ് 5 റീസൺസ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയാം? അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലോ അല്ല വേൾഡിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും ദർ ഷുഡ് ബി എ റീസൺ. അതെ, ഒരു റീസൺ ഇല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. ഉണ്ടാവും. അതെ. ബട്ട് അത് ഹെൽത്തിൻ്റെ കാര്യത്തിലും ക്യാൻസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു റീസൺ ഇല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. ബട്ട് ആ റീസൺ നമുക്കറിയുമോ? ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു നോളജ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സയൻസിൻ്റെ ഒരു റെവല്യൂഷൻ വെച്ചിട്ട് നമ്മൾക്കത് അറിയുമോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ഇന്നറിയുന്നതായിരിക്കില്ല മേ ബി 100 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അതെ. നമ്മൾ പറയാൻ പോകുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ പല കാരണങ്ങളും നമുക്കറിയില്ല. അറിയാവുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ജനറ്റിക് കണ്ടൻറ്റിൽ തന്നെ നമുക്ക് ക്യാൻസർ വരണോ വരണ്ടേ, അല്ലെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യതയും അത് കൂട്ടുന്ന സാധ്യതയും കുറക്കുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് തന്നെയാണ്. രണ്ടാമത്തത് നമ്മുടെ ഏജാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ്, ജനറ്റിക് കണ്ടൻസ് ഉണ്ടാവുന്ന ടിയർ ആൻഡ് വെയർ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് മാറ്റങ്ങൾ. ക്യാൻസറിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം നമ്മുടെ ടിയർ ആൻഡ് വെയർ ഒരു മെഷീനും പോലെ നമ്മളും ഏജ് ആകുമ്പോഴാണ് അതും കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഏജാണ്. അതുകൊണ്ടാണ് ഏജ് കൂടുമ്പോൾ ക്യാൻസർ കൂടുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ലൈഫ് സ്റ്റൈൽ ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മുടെ ഫുഡ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ ബോഡി ഹാബിറ്റ്സ്, ഒബീസിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യാൻസറിലേക്ക് നയിക്കുകയോ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്യും. പിന്നെയുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി ക്യാൻസർ ഉണ്ടാക്കും. ആൽക്കഹോൾ ക്യാൻസർ ഉണ്ടാക്കും. ഇതുപോലുള്ള പല ഹാബിറ്റ്സ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ജെൻഡർ. അതായത് ചില ക്യാൻസറുകൾക്ക് ഫീമെയിൽ പ്രിഡിസ്പോസ്ഡ് ആണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ജെൻസിന് വരാമെങ്കിൽ പോലും ഫീമെയിൽസിനാണ് കൂടുതൽ. ഫീമെയിൽ ഹോർമോൺസ് ആണ് ആ ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ എന്താ പറയുക, ഒരു ഉത്തേജനം നൽകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഫാക്ടറിൽ ആദ്യത്തെ റീസണിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ജെനറ്റിക്സ്. അതെ അതെ അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദെയർ ആർ ഹയർ ചാൻസസ് അയാളുടെ പ്രിഡിസസേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലേ ഡോക്ടർ അതുണ്ട്. പറഞ്ഞത്? അത് മാത്രമല്ല, ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മ്യൂട്ടേഷൻസ് ഞാൻ പറഞ്ഞു. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA കണ്ടന്റിൽ അല്ലെങ്കിൽ DNA ആ കോൺഫിഗറേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ ചിലത് പ്രശ്നമുള്ളതാണ്, ചിലത് പ്രശ്നമില്ലാത്തതാണ്. അതിൽ തന്നെ ചിലത് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്, ഹെറിറ്റബിൾ ആണ്. ചിലത് അങ്ങനെ സ്പ്രെഡ് ചെയ്യാത്തത് നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് വരുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. സൊമാറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ട്, ജേം ലൈൻ മ്യൂട്ടേഷൻസ്, അങ്ങനെയൊക്കെയാണ് പറയാം. അതായത് നമ്മുടെ ജനറ്റിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും പിന്നീട് നമ്മുടെ കുട്ടികൾക്ക് വരണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അച്ഛനോ ഉള്ള പ്രോബ്ലംസ് മാത്രമേ നമുക്ക് വരുമെന്നുമില്ല, അല്ലാണ്ടെയും നമുക്ക് വരാം. നമ്മുടെ റേഡിയേഷൻ എക്സ്പോഷേഴ്സ്, അല്ലെങ്കിൽ സൺലൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, ചില പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീൻസിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം, പല പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതൊക്കെ സൊമാറ്റിക് മ്യൂട്ടേഷൻസ് എന്നാണ് പറയാം, നമ്മുടെ ലൈഫ് ടൈമിൽ വരുന്ന. അത് വേറെ ഹെറിറ്റബിൾ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി മാത്രമല്ല ഈ ജനറ്റിക് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 5% 5 മുതൽ 10% വരെ ഉള്ളൂ. ഓക്കെ. അതല്ലാതെ കൂടുതൽ ഇതേപോലെ ബാക്കിയുള്ള മ്യൂട്ടേഷൻസ് കൊണ്ടൊക്കെ വരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാരൻറ്റിന് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വഴിയുണ്ടോ? ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ ക്ലോസ് റിലേറ്റീവ്സ്, അതായത് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, ചേച്ചി, അങ്ങനെയൊക്കെ പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി. അവരുടെ ആളുകളാണ് സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ് വരുന്നത്. അപ്പം അതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടെങ്കിൽ, വന്ന ക്യാൻസറുകൾ തന്നെ യങ് ആയിട്ടുള്ള സമയത്താണ് അവർക്ക് വന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അവരുടെ റിലേറ്റീവ്സ് വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. അതിനേക്കാളും കുറവായിരിക്കും സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിനുള്ള ക്യാൻസർ. അപ്പം നമ്പർ കുറവാണെങ്കിൽ റിസ്ക് കുറയും. ക്യാൻസറിൻ്റെ റിസ്ക് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് അറിയാനുള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ക്യാൻസർ സ്ക്രീനിങ്ങുകളുണ്ട്. ക്യാൻസർ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ക്യാൻസർ സ്ക്രീനിങ്. അത് ഓൾറെഡി വന്ന ക്യാൻസറുകൾ അറിയാൻ വേണ്ടിയാണ്. ക്യാൻസർ റിസ്ക് കണ്ടുപിടിക്കാനുള്ള ചില ജനറ്റിക് ടെസ്റ്റുകളുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ, ഏതെങ്കിലും സിൻഡ്രോംസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഞ്ജലിന ജോളിയെ പറ്റി എപ്പോഴും പറയാറുണ്ട്, ഒരു BRCA1 പോസിറ്റീവ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ആ ഒരു BRCA പോസിറ്റീവ് സിൻഡ്രോം നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതുള്ള ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതേപോലെ പല അസുഖങ്ങളുണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റുകൾ എല്ലാവർക്കും ചെയ്യാമോ പ്രായഭേദമന്യേ?
അതിനും ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ ആളുകൾക്കും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു ഹൈ റിസ്ക് പെട്ട ആളുകളല്ല. അല്ല. ഈ ഹൈ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ചെയ്യണം. ഓക്കെ. ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്നതും ഈ ജനറ്റിക് പ്രോബ്ലംസ് പറയുന്നത് ഈ BRCA1 BRCA2 പോസിറ്റീവിലാണ്, BRCA1. അപ്പം അത് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യുന്നതാണോ? അതിലുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാം, അണ്ടാശയത്തിൻ്റെ ഓവറി ക്യാൻസർ ഉണ്ടാവാം, മെയിൽസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാം, അങ്ങനെ കുറേ ക്യാൻസറുകൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതിപ്പോൾ ആർക്ക് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം 40 ഇയേഴ്സിന് മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരാൾ, അല്ലെങ്കിൽ 60 ഇയേഴ്സിന് മുമ്പ് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ 2 അതിൽ കൂടുതലോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ക്യാൻസർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് ഈ ടെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ജനറലായിട്ട് നമ്മളത് പോയി ചെയ്യുന്നത് അത്ര പ്രൊഡക്റ്റീവായി വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഇല്ല, അതില്ല. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വന്നു എന്നത് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ക്രൈറ്റീരിയ അല്ല. അല്ല, കാരണം അത് ജനറ്റിക് ആവാനുള്ള ചാൻസ് കുറവാണ്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടർ ക്യാൻസറിനെ പറ്റി ത്രൂ സോഷ്യൽ മീഡിയ കേട്ടിട്ടുള്ള മിത്തുകൾ എന്തൊക്കെയാണ്? മിത്തുകൾ എന്ന് പറയുന്നത് ചിലത് തീരെ ശരിയല്ലാത്തതുണ്ട്, ചിലത് കുറച്ച് ശരിയുള്ളതുണ്ട്, ചിലത് മുഴുവൻ ശരിയായിട്ടുള്ളതൊക്കെ ഉണ്ട്. മിത്ത് എന്ന് ടോട്ടലി പറയാം. മിത്ത് എന്ന് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ഒരു കഥ പോലെ നമ്മൾ പറഞ്ഞു വരുന്നതൊക്കെ ഉള്ള ഒരു അതായത് ഇപ്പൊ ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്ത് മണ്ടത്തരാണ് പറയുന്നതെന്ന് തോന്നില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ മണ്ടത്തരം എന്നൊന്നും അടച്ചാക്ഷേപിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്, എന്നാലും ഞാൻ പറയാം. ഒന്ന് മൊബൈൽ ഫോണാണ്. അതായത് ആദ്യമേ പറയാം, മൊബൈൽ ഫോൺ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. നമുക്ക് വായു, വെള്ളം, ഭക്ഷണം കഴിഞ്ഞാൽ അടുത്തത് മൊബൈൽ ഫോൺ തന്നെയാണ്, അതിലൊരു സംശയമില്ല. മൊബൈൽ ഫോൺ ഇല്ലാണ്ട് നമുക്ക് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല, ഒരു ഫാക്റ്റാണ്. ബട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് വിഷൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. അതൊക്കെ നമ്മൾ എങ്ങനെ കഴുത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എത്രമാത്രം യൂസ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. അല്ലാണ്ട് അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല. എച്ച് മൊബൈൽ ഫോൺ അല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നത്, അതിൻ്റെ അശാസ്ത്രീയമായ ഉപയോഗങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് എല്ലാവരും കൂടെ പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ആളുകൾ പറയുന്നതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കട്ടെ എന്ന നല്ല ഉദ്ദേശത്തിലായിരിക്കാം. ബട്ട് അതൊരിക്കലും ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. ഒരു തരത്തിലുള്ള ക്യാൻസറും മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നില്ല. മൊബൈൽ ഫോണിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള റീസണും അതിൽ നിന്ന് വരുന്ന റേഡിയേഷനാണ്. പക്ഷേ ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്, അത് നോൺ അയോണൈസിങ് റേഡിയേഷനാണ്. നമ്മുടെ ബോഡിയിൽ ഈ അയോണൈസിങ് റേഡിയേഷൻസ് ഉണ്ടെങ്കിലാണ്, അതായത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, എക്സ്റേ റേഡിയേഷൻസ് ഒക്കെ അതിൽ പെട്ടതാണ്. അതാണ് നമ്മുടെ ബോഡിയിൽ നേരത്തെ പറഞ്ഞ ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നത്. അതാണ് പിന്നീട് ക്യാൻസർ ആവാൻ സാധ്യത. ബട്ട് മൊബൈലിൽ നിന്ന് അയോണൈസിങ് റേഡിയേഷൻ വരുന്നേ ഇല്ല. അപ്പം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമേഴ്സ്. അതിൽ തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ്, മെനിഞ്ചോമ, പ്രശ്നമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്. അതൊന്നും തന്നെ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ടാവില്ല എന്ന് പല പഠനങ്ങൾ, ഒരു കോസ്മോസ് പ്രൊജക്റ്റ് പറഞ്ഞിട്ട് ഒരു 2024 2024 IARC ഒരു പ്രൊജക്റ്റ്, ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. UK, സ്വീഡൻ, ഡെൻമാർക്ക് അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. എത്രയോ ലക്ഷം ആളുകളിൽ പഠനം നടത്തി ഒരുപാട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളും കുറച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളും തമ്മിൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. അപ്പോൾ മൊബൈൽ ഫോണ് ക്യാൻസർ ഉണ്ടാക്കില്ല. പല ഹെൽത്ത് ഇഷ്യൂസ് മൊബൈലിൻ്റെ ദുരുപയോഗം കൊണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മിസ് യൂസ് കൊണ്ട് വരുന്നുണ്ട്. അതിൽ ക്യാൻസർ ഒന്നല്ല. അപ്പം അത്രേ അതിൽ പറയാനുള്ളത്. ഓക്കെ, അതൊരു മിത്താണ്. അതെ. പിന്നെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഹെൽത്ത് കെയർ അല്ല, കോസ്മെറ്റിക് പ്രൊഡക്ട്സ്. ഇപ്പോൾ സ്കിൻ കെയർ, ഹെയർ ഡേ, ലിപ്സ്റ്റിക്ക് തുടങ്ങിയ കാര്യങ്ങൾ. ഇതും നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മുഴുവനായിട്ട് ഒഴിവാക്കലൊന്നും ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. ബട്ട് അതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ മിതമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുപോകാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില കണ്ടൻറ്റുകൾ ഈ എന്താ പറയുക, ഫോമാൽഡിഹൈഡ് ഉള്ളത്, അല്ലെങ്കിൽ ടാൽക്ക്, അതേപോലെ ഈ ഡയോക്സൈൻസ്, പാരബൻസ്, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അങ്ങനെ കുറേ കണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ പല പഠനങ്ങളും, ഇതൊന്നും കോസ്മെറ്റിക്സിന് വേണ്ടി പഠിച്ചതല്ല, ബട്ട് ബാക്കിയുള്ള പല പഠനങ്ങൾ നടത്തിയപ്പോൾ ഇതൊക്കെ ചില ക്യാൻസറുകൾ ഉണ്ടാക്കാം. അതിൽ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാം എന്നുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പം ആ പ്രൊഡക്ട്സ്, ആ കണ്ടൻസ് അടങ്ങിയിരിക്കുന്ന സ്കിൻ കെയർ അല്ലെ ഹെയർ ഡേ ഒക്കെ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കിയേക്കാം, അതൊരു റിസ്ക് ഫാക്ടറാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിൻ്റേതായ പഠനങ്ങളും നടന്നിട്ട് പറയുന്നതല്ല. അപ്പം ആ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം, കാരണം ഫോർമാൽഡിഹൈഡ് ലെവൽ 1 കാർസിനോജനാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്രാൻഡഡ്, ഇതൊക്കെ ഒരു റെഗുലേഷൻസ് ഉണ്ട്. ഒരു രാജ്യത്തും ഏതൊക്കെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ശരിക്കുള്ള റെഗുലേഷൻസ് ഉണ്ട്, ശരിക്കുള്ള രാജ്യങ്ങളാണെങ്കിലും. അപ്പം ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള ബ്രാൻഡുകൾ, അതായത് നല്ല ബ്രാൻഡുകളുടെ
കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, മിതമായ രീതിയിൽ യൂസ് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മളൊരു മിതത്വം പാലിക്കുന്നത് മാത്രമാണ് വഴി. ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കുമെന്നതിന് ലെവൽ 1 എവിഡൻസ് ഒന്നും, അല്ലെങ്കിൽ അതിന് ലെവൽ 1 എവിഡൻസ് ആണെന്ന് RCTs, റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ് നടത്തണം. അതായത് 1,00,000 ആളുകൾക്ക് ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, 1,00,000 ആളുകൾക്ക് അത് കൊടുക്കുന്നില്ല, അവരെ ഒരു വർഷങ്ങളോളം ഫോളോ ചെയ്യുന്നു. ഈ കൊടുക്കാത്ത ആളുകൾ വേറെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഏത് കണ്ടന്റ് ഉണ്ടാക്കാൻ നമുക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ നടത്തി പഠനങ്ങൾ നടത്തിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പഠനങ്ങളൊന്നുമില്ല. എന്നാലും ചില കണ്ടൻസ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് മുമ്പ് തെളിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ടാൽക്ക്, വജൈനൽ കുട്ടികളായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടാൽക്ക് പൗഡർ, അത് വജൈനൽ ക്യാൻസർ ഉണ്ടാക്കിയിട്ട് ആ കമ്പനിക്കെതിരെ വർഷങ്ങളോളം കേസ് നടന്നിട്ടുണ്ട്. ഒരു മേജർ കമ്പനിയാണ്. അപ്പം അതൊരു പ്രൂവൺ ഫാക്റ്റ് ആയിരുന്നു, ടാൽക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് ഉണ്ട്. അപ്പം നമ്മൾ മിതമായിട്ട് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്, ബ്രാൻഡഡ് പ്രൊഡക്ട്സ് മിതമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഒരു പോം വഴി. ഓക്കെ, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ്. ഇത് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അത് ഈ അടുത്തായിട്ട് കേട്ടിട്ട് ഞാൻ വരെ പേടിച്ചു പോയതാണ്. കാരണം ഒരുവിധം ഒരു 70% മലയാളികളും ഗുപ്തനെ പോലെ നല്ല ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ചൂട് ചായ ക്യാൻസർ ഉണ്ടാക്കും എന്ന് ഈ അടുത്ത് കേട്ട് ചൂട് ചായ നോക്കിയിരുന്ന് കൊതിവിട്ട് തണുത്തിട്ട് കുടിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ശരിക്കും ഉള്ളതാണോ? വളരെ ചൂടുള്ള സംഭവങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും. ചില നാടുകളിൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി അരയിലെന്തോ അതിനെന്തോ പേര് പറഞ്ഞു, ഞാനത് മറന്നു. അങ്ങനെ അവിടെ ബേൺസ് ഉണ്ടാവുന്ന ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ചൂട് പിടിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ പിന്നീട് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഭയങ്കര ചൂടുള്ള വെള്ളം കുടിക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴൊക്കെ അത് ഈസോഫാജിൽ ക്യാൻസറിന് കാരണമാവാന്നുള്ള ചില റിപ്പോർട്ട്സുകൾ, അതൊക്കെ ഭയങ്കര ചൂടുള്ളതിനെ പറ്റിയാണ്. ബട്ട് അതും ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിവേ, സാധാരണഗതിയിൽ നമ്മൾ കുടിക്കുന്ന ചൂടുള്ള പദാർത്ഥങ്ങളൊന്നും ക്യാൻസർ ഉണ്ടാക്കുന്നതൊന്നുമല്ല. ഒരുപാട് ഭയങ്കരമായിട്ട് അൺയൂഷ്വലി ചൂടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ചില പഠനങ്ങളിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള ചൂട് ചായ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ. അതിൽ തന്നെ ചൂട് ചായയേക്കാളും കൂടുതൽ ഡിസ്കഷൻ വരുന്നത് ചായയിലാണ്, അല്ലേ? സാധാരണ ഗ്രീൻ ടീ ഒരു ക്യാൻസറുമായി പറയുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഗ്രീൻ ടീ. അതായത് ഗ്രീൻ ടീ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല, ഗ്രീൻ ടീ കഴിച്ചാൽ തടി കുറയും. അപ്പോൾ നല്ല ചായ കുടിക്കരുത്, പക്ഷേ ഗ്രീൻ ടീ കുടിച്ചു. 2 ബിരിയാണിക്ക് ഒന്നിച്ച് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ ചില എന്താ പറയുക ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കുന്ന കേൾക്കാറും. ശരിക്കും ഗ്രീൻ ടീ നല്ലതാണ്. ഗ്രീൻ ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും, 2 ടീയും ശരിക്കും ഒരേ പ്ലാന്റിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഡ്രൈഡ് ആയിട്ടും വേറെ എന്തോ ഒരു അൺഫെർമെൻറ്റഡ് ആയിട്ട് ബ്ലാക്ക് ടീ കൂടുതൽ ഡ്രൈഡ് ആയിട്ട് വരുന്നതാണ്. ഈ അത്ര അല്ലാതെ വരുന്നതാണ് ഈ ഗ്രീൻ ടീ വരുന്നത്, ഡയറക്റ്റ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഗ്രീൻ ടീയിൽ ഈ പോളിഫിനോൾസ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അത് കാറ്റക്കിൻസ് ആണ് മെയിനായിട്ട്. അതിൻ്റെ ഒരു കാറ്റക്കിൻസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ്. അതിൽ തന്നെ EGCG പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോഡക്റ്റ്, ഈ കാറ്റക്കിൻസിൻ്റെ വേറൊരു ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. നമ്മുടെ ബോഡിയിൽ നേരത്തെ പറഞ്ഞ് മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് സെല്ലുകളെ നശിപ്പിക്കുക മീൻസ് അതിനെ മോശ സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഒഴിവാക്കാൻ ഈ ആൻറ്റി ഓക്സിഡൻസിന് കഴിയും. അത് നമ്മുടെ ഈ ഗ്രീൻ ടീയിലുണ്ട്. അത് കറക്റ്റാണ് പറഞ്ഞത്. ബട്ട് ഈ ഗ്രീൻ ടീ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതിന് ലെവൽ 1 എവിഡൻസ് നേരത്തെ പറഞ്ഞതുപോലെയില്ല. പക്ഷേ ചില പഠനങ്ങളിൽ ഗ്രീൻ ടീ ബ്രസ്റ്റ് ക്യാൻസർ കുറക്കുന്നു, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചെറിയ പഠനങ്ങൾ ലാബ് സ്റ്റഡീസും ആനിമൽ സ്റ്റഡീസും ഉണ്ട്. അല്ലാണ്ട് ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് സാധാരണ ആളുകളിൽ RCTs നേരത്തെ പറഞ്ഞതുപോലെ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ബട്ട് അതിന് RCT നടന്നിട്ടുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറക്കും, അതേപോലെ നമ്മുടെ ചില കാർഡിയാക് പ്രോബ്ലംസ്, ഈ റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി അങ്ങനെ പറയുന്ന സംഭവങ്ങളിലൊക്കെ അത് പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ ചില നല്ല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പൊതുവിൽ പറഞ്ഞാൽ ഗ്രീൻ ടീ നല്ലതാണ്. ഇപ്പോൾ 2-3 ഗ്ലാസ് ഗ്രീൻ ടീ ഒരു ദിവസം കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. ബട്ട് അതങ്ങ് ക്യാൻസർ കുറച്ചേക്കുമെന്നുള്ള ഒരു രീതിയിലല്ല. പൊതുവേ നമ്മുടെ ഹെൽത്തിന് കുറച്ച് നല്ല ഇഫക്ട്സ് ഉണ്ടാക്കുന്ന സംഭവമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഹെൽത്തിയാണ്, പക്ഷേ കാണിക്കേണ്ട കുരുത്തക്കേട് മുഴുവൻ കാണിച്ചിട്ട് ഗ്രീൻ ടീ കുടിച്ചിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, ഗ്രീൻ ടീയുടെ പ്രൊഡക്റ്റ് എക്സ്ട്രാക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഈ ചില സംഭവങ്ങൾ ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ചിലത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലം എന്താ അറിയോ? ഈ ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനി അത് എക്സ്ട്രാക്ട് ചെയ്ത് ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽസ് ആയിട്ടോ ഒരു പ്രൊഡക്റ്റാക്കി ഇറക്കി ഹെൽത്ത് സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ പിന്നെ ആളുകൾ മുഴുവൻ അതിൻ്റെ പിന്നാലെയാണ്. പിന്നെ ആളുകൾ ശരിക്കുള്ള കീമോതെറാപ്പി എടുക്കാണ്ടാവും, പിന്നെ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാണ്ടാവും. ഞാൻ ആ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി കഴിക്കും. പകരം ഡയറ്റ് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യില്ല, അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എൻ്റെ തടി കുറയും എന്നും പറഞ്ഞിരിക്കും. അപ്പോൾ അത് ഓവറായിട്ട് ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രോബ്ലം തന്നെയാണ്.
തന്നെയാണ്. അപ്പം അതൊരു ഒരു ടീ എന്ന രീതിയിൽ കുടിക്കാം, കുഴപ്പമില്ല. നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ ഒരു ഭാഗമാക്കാം. അതെ, നല്ലതാണ് പൊതുവെ. നല്ലതാണ്. ഓക്കെ. ഇപ്പോൾ നേരത്തെ നമ്മുടെ വില്ലൻ ഓവൻ ആയിരുന്നു, മൈക്രോവേവ് ഓവൻ. അത് ഉപയോഗിക്കരുത്, ക്യാൻസർ വരും എന്ന് പറയായിരുന്നു. പക്ഷെ മൈക്രോവേവ് ഓവൻ ഔട്ടായി. ഇപ്പോൾ എയർ ഫ്രയർ ആണ്. എയർ ഫ്രയറുകൾ ആളുകൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ ആ സിലിക്കോൺ ബേസ്ഡ് താഴത്തെ പോർഷൻ അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു എനിക്കത് ഒന്നും കൂടി അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം. എന്താണ് എയർ ഫ്രയറിൽ നടക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ട് വരണം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണമെന്ന് അല്ലേ? എന്തായാലും ഒരു എയർ ഫ്രയർ വാങ്ങണം ഞാൻ കുറച്ചായി വിചാരിക്കുന്നു. കാരണം അതെന്തായാലും ഈ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഹെൽത്തിയാണ് ഹെൽത്തിയാണ്. എയർ ഫ്രൈ ചെയ്യുന്നത്. എന്തുകൊണ്ടും നല്ലതാണ്. അത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടോ കേട്ടിട്ടോ ഇല്ല. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ നടക്കുന്നു എന്നല്ലാതെ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി ചിലപ്പോൾ പഠിക്കേണ്ടി വരും. വേണ്ടി വരും. ഓക്കെ. ഇപ്പം നമ്മൾ ഈ അടുത്തായിട്ടാണല്ലോ ഈ ഷുഗർ കട്ട്, ഷുഗർ ഫ്രീ ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ കേൾക്കുന്നത് ക്യാൻസർ ഫീഡ് ചെയ്യുന്നത് ഷുഗർ കൊണ്ടാണ്, ഷുഗറാണ് കഴിച്ച് ജീവിക്കുന്നത് ക്യാൻസർ സെൽസ് എന്നാണ്. അപ്പോൾ ഷുഗർ കട്ട് കംപ്ലീറ്റ്ലി ചെയ്താൽ ക്യാൻസർ ഫ്രീ ആയിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഷുഗറും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണ് ഈ പറയുന്നുണ്ടാവുക. ഷുഗർ എന്നത് പൊതുവെ മധുരമുള്ള സംഭവങ്ങൾക്കാണ് നമ്മൾ പഞ്ചസാരയല്ല ഉദ്ദേശിക്കുന്നത്. അത് പഞ്ചസാരയല്ല. അപ്പം ഈ കാർബോഹൈഡ്രേറ്റിൽ നമ്മുടെ അരി ഭക്ഷണമായാലും അതുപോലുള്ള നമ്മുടെ മേജർ ചപ്പാത്തി, പൊട്ടറ്റോ അരി. എന്തായാലും കുറേ വെജിറ്റബിൾസിലും ഈ ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകൾക്കും ഈ കാർബോഹൈഡ്രേറ്റ് ആണ് ആവശ്യം. നമ്മുടെ പ്രൈമറി എനർജി മെറ്റീരിയൽ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ എനർജി പ്രോട്ടീനിലും ഫാറ്റിലൊക്കെ കിട്ടുമെങ്കിലും ഏറ്റവും പ്രൈമറി ആയിട്ട് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. അത് ബ്രെയിൻ സെൽസിനൊക്കെ നമുക്കിത് അത്യാവശ്യമാണ്. ബട്ട് ഈ ക്യാൻസർ സെൽസ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെല്ലിനേക്കാളും ഗ്ലൂക്കോസ് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യാൻസർ സെല്ലിനുണ്ട്. ഈവൻ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ പോലും അതിന് സർവൈവ് ചെയ്യാനും പറ്റും. നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ ക്യാൻസർ സെല്ല് മാത്രം നശിച്ചു പോകുന്ന ഒരവസ്ഥയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലിന് എവിടെന്നെങ്കിലൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ അറിയാം. ബട്ട് നമ്മുടെ നോർമൽ സെല്ലിനാണ് ഗ്ലൂക്കോസ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഷുഗർ കട്ട് ചെയ്തു എന്നതുകൊണ്ട് ക്യാൻസർ ഉള്ള ഒരാൾക്ക് ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് അത് ഉണ്ടാക്കുന്നില്ല. പൊതുവേ ഷുഗർ കുറക്കുമ്പോഴുള്ള ഹെൽത്ത് ബെനിഫിറ്റ് അല്ലാതെ ക്യാൻസറിന് മാത്രമായിട്ടൊരു ബെനിഫിറ്റ് വരുന്നില്ല. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു നവജോത് സിംഗ് സിധുവിൻ്റെ വൈഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഷുഗർ ഫ്രീ ഡയറ്റ് എടുത്തത് കൊണ്ടാണ് ക്യാൻസർ കുറഞ്ഞത്. പ്രോപ്പറായിട്ട് കീമോതെറാപ്പിയും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത ആളായിരുന്നു. അതായിരിക്കാം അതിൻ്റെ ഇഫക്റ്റ്. അല്ലാണ്ട് മേജർ ഓങ്കോളജിസ്റ്റും ഇൻക്ലൂഡിങ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനെതിരെ ഒരു പ്രസ് റിലീസൊക്കെ വന്നിരുന്നു. അതായത് ഷുഗർ ഫ്രീ ഡയറ്റ് യൂസ് ചെയ്തത് കൊണ്ട് ക്യാൻസറിനെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല, അത് മാത്രം ചെയ്തുകൊണ്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്നത് വലിയ അബദ്ധമായിരിക്കും. അത് മണ്ടത്തരമാണ്. അതെ അതെ. ഓക്കെ. ഫാസ്റ്റിംഗ് ഇപ്പോൾ ഒരു ഭയങ്കര ഹീറോ ആണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുമല്ലോ. ഇപ്പോൾ പക്ഷേ നേരെ തിരിച്ച് ഫാസ്റ്റിംഗ് എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. മോർ ദാൻ 5 days ഫാസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിലെ ക്യാൻസർ സെൽസ് വരെ നശിച്ചു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതങ്ങനെയാണോ? ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിന് നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. അത് പണ്ട് മുതലേ ഡയറ്റിങ്ങിൻ്റെ ഒരു മേജർ ഡയറ്റിംഗ് മെത്തേഡാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഒരു 12 hours ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ 16 hours ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയും. അത് പല രീതിയിലുമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതാണ് ഫാസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് നമ്മുടെ ഫുഡ് ഇൻടേക്ക് കുറക്കുന്നു. അതായത് നമുക്കൊരു നല്ല ഡയറ്റ് ഹാബിറ്റ്സ് വരുത്തുന്നു, നമ്മളുടെ വെയിറ്റ് ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് രണ്ടുമാണ് ഏറ്റവും മെയിനായിട്ട് സംഭവിക്കുന്നത്. അത് രണ്ടും ഏകദേശം കുറേ ക്യാൻസറുകളൊക്കെ തടഞ്ഞു വെക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം വെയിറ്റ് കൂടുന്നതും ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അതൊക്കെ ക്യാൻസറും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ഈ ഫാസ്റ്റിങ്ങിലുണ്ട്. അതല്ലാതെ തന്നെ ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസിനെതിരെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാക്കാൻ എക്സസൈസ്, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി കുറേ എന്താ പറയുക സെല്ലുകളെയൊക്കെ ഒന്ന് ആൻറ്റി ഓക്സിഡൻറ്റ് വഴി ഒന്ന് മോശമായ സെല്ലുകളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ആ രീതിയിലുള്ളൊരു ഇഫക്റ്റ് അതിനുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ഡെഫിനറ്റായിട്ട് ഇത്ര ദിവസം ഫാസ്റ്റ് ചെയ്താൽ ഇന്ന ക്യാൻസർ പോകുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്. ഓക്കെ. ഇപ്പം സ്മോക്കിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ, അത് പക്കാണ്. അത് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം. ലങ് ക്യാൻസറിൻ്റെ ഒറ്റ റീസൺ, അതായത് സിംഗിൾ റീസൺ സ്മോക്കിംഗ് ആണോ? സ്മോക്കിംഗ് കൊണ്ട് മാത്രമാണോ ലങ് ക്യാൻസർ വരിക? അല്ല, ലങ് ക്യാൻസർ ഓരോ ക്യാൻസറും പല ടൈപ്പ് ഉണ്ട്. ലങ് ക്യാൻസർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ സ്മോൾ സെൽ ലങ് ക്യാൻസർ ഉണ്ട്, നോൺ സ്മോൾ സെൽ ഉണ്ട്. നോൺ സ്മോൾ സെല്ലിൽ തന്നെ അഡിനോ, സ്കാംസ്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. അതിൽ ഈ സ്മോൾ സെൽ ലങ് ക്യാൻസറിൻ്റെ 90% മേലെ കോസും ഈ സ്മോക്കിംഗ് തന്നെയാണ്. ഈ നോൺ സ്മോൾ സെൽസിൽ സ്മോക്കിംഗ് അല്ലാണ്ട് പല പ്രോബ്ലംസും വരാം. അത് തന്നെ എന്താ പറയുക, ഇപ്പം ഈ അടുത്തായിട്ടുള്ള പഠനങ്ങളിലേക്ക് ഓൾമോസ്റ്റ് 50% മേലെ നോൺ സ്മോക്കേഴ്സിൽ
ലങ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ഉം. ആ ടൈപ്പ് നോൺ സ്മോൾ സെൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പം സ്മോക്കിംഗ് അല്ലാതെയും ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. പൊല്യൂഷൻ ഏതൊക്കെ ചില പഠനങ്ങളിൽ ഈ നമ്മുടെ എൻവയറമെൻറ്റൽ പൊല്യൂഷനും സ്മോക്കിങ്ങിനും ഒരേ ഇഫക്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഡൽഹി പോലെയോ അല്ലെങ്കിൽ ടോക്കിയോ പോലെയുള്ള സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾ സ്മോക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഒരേ ഇഫക്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ചില പഠനങ്ങൾ, അതൊന്നും നേരത്തെ പറഞ്ഞുള്ള RCTs ഒന്നും അല്ല. അപ്പം മനസ്സിലായി. അങ്ങനെയുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പം അതായത് മറ്റൊരുപാട് പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ സ്മോക്കിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ എന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രമേ വരുള്ളൂ? അല്ല, ഈ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ, ടോട്ടൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു 0.5 to 1% പുരുഷന്മാരിലാണ്. പുരുഷന്മാരിലും കുറച്ച് ബ്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും. ബട്ട് സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ഇഷ്യൂ കൂടുതൽ. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന മേജർ സ്റ്റിമുലൻ്റ് ഈസ്ട്രോജൻ ഹോർമോണാണ്. അതെ, അതും സ്ത്രീകളിലാണ് കൂടുതൽ അതെ അതെ. അതുകൊണ്ടാണ് സ്ത്രീകളിൽ 99% ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. ഉണ്ടാകുന്നത്. ഓക്കെ. വൈ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ സോ കോമൺ? അത് അതങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ പ്രോൺ ആയിട്ടുള്ള കുറേ സെൽസ് ബ്രസ്റ്റിലുണ്ട്. അതായിരിക്കാം അതിൻ്റെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അങ്ങനെയുള്ള സെൽസുകളുണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈസ്ട്രോജൻ ഹോർമോൺ അവിടെ ഒരു ആ ക്യാൻസർ റിസ്ക് ഫാക്ടർ ഇൻബിൽട്ടായിട്ട് ബോഡിയിലുണ്ട്. ബാക്കി ഇപ്പോൾ സ്മോക്കിംഗ് ആണ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഒക്കെ നമ്മളാക്കിയിട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പതിയെ നമുക്ക് കിട്ടുന്നതുമാണ്. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഈസ്ട്രോജനിക് ഇഫക്റ്റ് ബോഡിയിലുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ബ്രസ്റ്റ് ക്യാൻസർ ഇത്ര കൂടാനുള്ളൊരു കാരണം. ഈ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ അമ്മമാർ മുലയൂട്ടുന്നത് അവരെ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുമല്ലോ, ശരിയാണോ അത്? അത് ശരിയാണ്. അതായത് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് ഹോർമോണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുക. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം മെയിൻ ഇതാണ്, നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജൻ കുറഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ കൂടിയിരിക്കുക എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൽപ്പെട്ടതാണ് ഈ ഓവുലേഷൻ്റെ സമയത്ത് നമ്മുടെ ഈസ്ട്രോജൻ കുറയും, പ്രൊജസ്ട്രോൺ കൂടും. അപ്പം ഈ പിന്നെ അനോവുലേഷൻ, ഈ ഓവുലേഷൻ നടക്കാത്ത സൈക്കിൾസ് ബ്രസ്റ്റ് ക്യാൻസറിനെ കൂട്ടും. അല്ലെങ്കിൽ നേരത്തെ മെനാർക്കെ പെട്ടെന്ന് മാസക്കുളി ഉണ്ടാകുന്നത്, പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേറ്റായിട്ട് മെനോപോസ് ഉണ്ടാകുന്നത്, പീരിയഡ്സ് ലേറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതൊക്കെ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അത് ഒരു പ്രൊട്ടക്റ്റീവാണ്. അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, ഡെലിവറി ഉണ്ടാകുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ പ്രൊട്ടക്ഷനാണ്. അങ്ങനെയുള്ള കുറേ ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈസ്ട്രോജൻ കുറഞ്ഞു വരുന്ന അവസ്ഥ പൊതുവെ ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും.